ചാപ്റ്ററിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയ്. ഓൺലൈൻ ക്ലാസ് ഒക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഫിസിക്സ് മാത്സ് ക്രിസ്മസ് മാത്രമേ വെക്കേഷൻ ആണോ? എടുക്കുന്നുള്ളൂ. ആണോ? ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങിയോ? ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടോ? ഉണ്ടാവേണ്ടതാണ്. ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇന്നു മുതൽ ഒഴിവാണെന്ന് പറഞ്ഞു. ഇനി 28-ാം തീയതി 27-ാം തീയതി ക്ലാസ്സുള്ളൂ. ഓക്കെ. അപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് കോച്ച് ഷെഫ് ഇപ്പോൾ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു ലേണിംഗ് സീരീസ് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു 1 വീക്ക് ലേണിംഗ് സീരീസ്. അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ കുറച്ച് ബെനിഫിഷ്യൽ ആക്കുക, എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്ത് പോവുക. അപ്പം ഇതിനു മുമ്പ് ആരെങ്കിലും കോച്ച് ഷെഫ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ല. കോച്ച് ഷെഫ് കോച്ച് ഷെഫ് ബേസിക്കലി ഒരു കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് കമ്മ്യൂണിറ്റി ആണ്, ഒരു പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോം വിച്ച് എൻകറേജസ് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ്. കൂടുതലൊക്കെ വഴിയേ പറഞ്ഞുതരും. കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്താണെന്നും കോച്ച് ഷെഫ് എന്താണെന്നും വഴിയെ പറഞ്ഞുതരും. അതിനാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം. അപ്പം ആദ്യം തന്നെ കോച്ച് ഷെഫിന്റെ GC പാലക്കാട് ചാപ്റ്ററിന്റെ ഫസ്റ്റ് എക്സിക്കോമിനെ പരിചയപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്നില്ല എക്സിക്കോം പോസ്റ്റർ? നിങ്ങൾ ചോദിക്കുമ്പം റെസ്പോണ്ട് ചെയ്യണം. ഇവിടെ ഞങ്ങളൊക്കെ നിങ്ങളുടെ സീനിയേഴ്സ് ആണ്, അപ്പം റെസ്പോണ്ട് ചെയ്യുക. ഒന്നും മടിയും ഒന്നും വിചാരിക്കേണ്ട, റെസ്പോണ്ട് ചെയ്യുക. കാരണം സെഷൻ ഇന്ററാക്റ്റീവ് ആണെങ്കിലേ ഒരു രസമുള്ളൂ, നിങ്ങൾക്കും ഞങ്ങൾക്കും. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ബോറടിക്കും. ഓക്കെ, അപ്പം എക്സിക്കോമിനെ പരിചയപ്പെടുത്താം. ചാപ്റ്ററിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അമൽ മോഹൻ കെ, ഇവന്റ് ലീഡ് കിരൺ ജയദേവ്, പ്രോഗ്രാമിംഗ് ലീഡ് അജിൽ TU, മീഡിയ ആൻഡ് ഔട്ട്റീച്ച് ലീഡ് മുഹമ്മദ് അനസ് VT. ഇവർ 4 പേരുമാണ് ചാപ്റ്റർ ലീഡ്സ്. 4 പേരും S7 CSE സ്റ്റുഡൻസ് ആണ്. പിന്നെ എക്സിക്യൂട്ടീവ് ടീമിൽ വരുന്നത് വിപിൻ KP, പ്രോഗ്രാം മാനേജർ ആണ്. അരവിന്ദ് K സുഭാഷ്, ആൽവിൻ ജോസഫ്, വൈഷ്ണവേവി, ഇവർ മൂന്നാൾക്കാരും കോൺടെസ്റ്റ് ലീഡ്സ് ആണ്. അബ്ദുള്ള ഷഹറത്ത് ആൻഡ് അലൻ കുര്യാക്കോസ് ഇസ് ദ ഡിസൈൻ ലീഡ്സ്. മൈസെൽഫ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി ലീഡ്. ഇതാണ് ചാപ്റ്ററിന്റെ എക്സിക്കോം മെമ്പേഴ്സ്. അപ്പം ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചാപ്റ്ററിന്റെ പ്രസിഡന്റായ അമൽ മോഹൻ കെനെ ക്ഷണിക്കുന്നു. അതിനു മുന്നേ നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാവോ? നോയ്സ് ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. നോബിൾ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാവോ? ഹലോ, ഞാൻ ഓഡിയബിൾ ആണോ? അതെ. ഓക്കെ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ഇപ്പം എന്തായാലും നമ്മുടെ കോളേജിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെങ്ങനെ ഈ പ്രോഗ്രാം ഇപ്പോൾ പ്രത്യേകിച്ച് ബയോ സ്ട്രീമിൽ നിന്ന് വരുന്നവർക്കാകുമ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ ഭൂരിഭാഗം ഇപ്പോൾ എല്ലാവരെയും ഫസ്റ്റ് ഇയേഴ്സിന് അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ഈ വെക്കേഷൻ ടൈം നമ്മൾ കറക്റ്റായിട്ടൊരു 5 days നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് മുഴുവൻ സെറ്റാക്കാൻ വേണ്ടിയാണ് നമ്മൾ കോച്ച് ഷെഫിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം പ്ലസ് ഒരു ലേണിംഗ് സീരീസ് സെറ്റ് ചെയ്തത്. ഈ ലേണിംഗ് സീരീസ് കഴിഞ്ഞിട്ട് നമ്മളൊരു കോൺടെസ്റ്റ് കൂടി നടത്തും. അതായത് നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ എന്തോരം പഠിച്ചു, എന്തോരം കാര്യങ്ങളൊക്കെ റെഡി ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു കോൺടെസ്റ്റ് കൂടി നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ കോച്ച് ഷെഫ് എന്താണ്, കോമ്പറ്റീവ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതൊക്കെ നമ്മളിനി ഈ സെഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഒരു വെബ് ഡെവലപ്മെന്റ് എന്തെങ്കിലും ആപ്പ് ഡെവലപ്പ് ചെയ്യുക, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, ആ ഒരു ഐഡിയ ഒക്കെ ഫസ്റ്റ് മൈൻഡിലേക്ക് വരാം. നമ്മൾ വിചാരിക്കും അത് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും ഈ വലിയ വലിയ കമ്പനികൾ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ അങ്ങനത്തെ കമ്പനികളിലേക്കൊക്കെ നമുക്ക് പ്രൊജക്റ്റുകൾ വെച്ചിട്ടാണ് കയറാന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ഐഡിയ. പക്ഷേ ബേസിക്കലി പ്രൊജക്റ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ പ്രോഗ്രാമിംഗ് സ്കിൽസിന് അത് കൊടുക്കുക. അതായത് നമ്മളൊരു കോഡ് ചെയ്യുക കഴിഞ്ഞാൽ
അത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് കോഡ് ചെയ്യണതിലാണ് അവർ കൂടുതൽ മുൻതൂക്കം കൊടുക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് പറയുമ്പോൾ ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അങ്ങനത്തെ കമ്പനികളിലൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇന്റേൺഷിപ്പിന് തന്നെ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡിംഗ് കോമ്പറ്റീഷൻ അവർ തരാം. അതായത് ലിമിറ്റഡ് ടൈം ബൗണ്ടിൽ നമ്മൾ ആ കോഡിംഗ് സൊല്യൂഷൻ സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ സെലക്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ പ്രൊജക്റ്റുകളെ കുറിച്ച് ചോദിക്കുള്ളൂ. അപ്പം നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളുടെയും ഇന്റർവ്യൂസ് ഫസ്റ്റ് ഇന്റർവ്യൂ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു പാർട്ട് വേണം. അപ്പം നമുക്കതിൽ നമ്മുടെ കോഡിംഗ് സ്കിൽസ് നമുക്ക് നല്ല അത്ര ഹൈ ആക്കി വെക്കണം. അതിന്റെ കൂടെ പാരലൽ ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനമാണ് നമ്മുടെ ഡെവലപ്മെന്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ എന്തായാലും പ്രോഗ്രാമിംഗ് സ്കിൽസ് നല്ല ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെവലപ്മെന്റ് സ്കില്ല് കുറച്ചുകൂടി നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കോഡിംഗ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഈ സെഷൻ മെയിൻലി ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ബയോ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ബയോ സ്റ്റുഡൻസ് അവർ വരുമ്പോൾ അവർക്ക് കുറച്ച് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഡൗട്ടും കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സെഷനോട് കൂടി ഫുള്ള് ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കോഡ്ഷപ്പ് ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വല്ലതും വരാച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ള് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് എന്താണ് നമ്മൾ ഈ സെഷനിൽ ഇന്ന് ഈ ഇൻഡക്ഷൻ സെഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒരു ബേസിക്സ് വരും. പിന്നെ കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് വരും. പ്രോഗ്രാമിംഗ് വേറെ, കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് വേറെ, അതെന്താണെന്ന് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഡ്ഷപ്പിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ നമ്മുടെ കോഡ്ഷപ്പ് ചാപ്റ്ററിൽ എങ്ങനെ മെമ്പർ ആവാം ഉള്ള കാര്യമൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് നാളെ തൊട്ട് നമ്മൾ ഒരു ലേണിംഗ് സീരീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ് ഫുള്ള് കവർ ചെയ്യണ പോലെ, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ഫുൾ ബേസിക്സ് കവർ ചെയ്യണ പോലെ ഒരു പ്രോഗ്രാം സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വരുന്ന ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സെറ്റ് ആവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഈ സെഷൻ ഫുള്ള് കവർ ചെയ്യുക. എന്നിട്ട് കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നല്ല ടോപ്പ് കമ്പനീസിൽ പ്ലേസ്ഡ് ആവാൻ നമ്മൾ എപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫസ്റ്റിന് ഒരു നല്ലൊരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. മാക്സിമം നമ്മുടെ ഈ ഇവന്റ് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ പ്രോഗ്രാമിംഗ് നമ്മുടെ സെഷന്റെ മെയിൻ കാര്യങ്ങൾ ഇനി ഫസ്റ്റിന് പ്രോഗ്രാമിംഗ് എന്താണെന്ന് അറിയാം. പിന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നവർക്കാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം അവർക്ക് ബേസിക്സ് ഫണ്ടമെന്റൽസ് ഒക്കെ അറിയാമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും കോൺടെസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതായത് ബയോ സ്ട്രീമിൽ നിന്നുള്ളവർക്കുള്ളതും പിന്നെ CS സ്ട്രീമിൽ നിന്നുള്ളവർക്ക് കൂടി നമുക്ക് ഒരുപോലെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ CS സ്ട്രീമിൽ വന്നവരെ വെച്ചാൽ അവരുടെ സ്കിൽസ് ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്തെടുക്കാൻ, പ്രോഗ്രാമിംഗ് സ്കിൽസ് കുറച്ചും ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെഷൻ യൂസ് ചെയ്യുക. ബയോ സ്ട്രീമിലുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് 4-5 ദിവസം കൊണ്ട് ഫുള്ള് ക്ലിയർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വിപിനെ വിളിക്കണം. വിപിനാണ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ പോകുന്നത്. ഓക്കെ, ഇത് ബയോ സ്ട്രീമിലുള്ളവരും അല്ലാത്തവർക്കും എല്ലാവർക്കും ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഒരു തരാം എൻ്റെ ഇമ്പോർട്ടൻസിന് വേണ്ടി. അപ്പോൾ വിപിൻ നെക്സ്റ്റ് സെഷൻ എടുക്കും. വാട്ട് ഈസ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു പറഞ്ഞ് ക്ലിയർ ആയിരുന്നോ? ഓക്കെ, എല്ലാവർക്കും എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, നമ്മളിപ്പോ മെയിനായിട്ടും നിങ്ങളിപ്പോ വന്നിട്ട് 1 മാസത്തോളമായിട്ടേ ഉള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. ഇപ്പോൾ ബയോ എന്ന് പറഞ്ഞവർക്കാണെങ്കിൽ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടേം കേട്ട് പരിചയം ജസ്റ്റ് കേട്ടിട്ടുണ്ടാവും, അല്ലാതെ അതെന്താണെന്ന് അറിയാനുള്ള ടൈം പോലും ആയിട്ടില്ല. കാരണം നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത് S2-ലാണ്. S2-ൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും പക്ഷേ അത് പഠിക്കുകയും വേണം. C പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ പ്രോഗ്രാം എഴുതാം, അതിന്റെ ബേസിക്സ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു മസ്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് പാസ്സാവാനെങ്കിലും എന്തായാലും അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. സോ നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആള് റിപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് എന്താണെന്ന് ശരിക്കും അറിയാത്ത ഒരാളാണെങ്കിൽ ആള് ചിലപ്പോൾ റിപ്ലൈ തരുന്നത് C++, C, പൈത്തൺ, ജാവ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതാണോ ശരിക്കും പ്രോഗ്രാമിംഗ്? അല്ല, ഇതൊക്കെ എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്.
അപ്പൊ എന്താണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ലാംഗ്വേജസ് ഉപയോഗിക്കുക, നമ്മുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ ഐഡിയാസ് ഒരു കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം പ്രോഗ്രാമിംഗ് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഐഡിയാസ്, അത് അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ നമുക്കുള്ള ഐഡിയാസ് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കുന്ന പ്രോസസ്സാണ്. ഈ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിനെ മാത്രം ആലോചിക്കേണ്ട. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്, ലാപ്ടോപ്പ്, ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ കാറ്റഗറിയിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനോട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രോസസ്സ്, അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതുന്ന പ്രോസസ്സ്, ഇതിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിംഗ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ C++, സി, ജാവ, ഈ ലാംഗ്വേജസ് ഒക്കെ ഈ പ്രോഗ്രാമുകളെ എഴുതാനുള്ള ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഈ പ്രോഗ്രാം എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ജാം സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. ജാം സാൻഡ്വിച്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് രണ്ട് ബ്രെഡ് സ്ലൈസിന്റെ ഇടയിൽ ജാം. നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളതാണ്, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമായിരിക്കും. അപ്പോൾ ഈ ജാം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നമ്മളൊരു കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന രീതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജാം സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പ്രോഗ്രാം, അതാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ കണക്കണേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ടേക്ക് ജാം യൂസിങ് നൈഫ്. അതായത് നമ്മൾ സ്പൂണ് അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചിട്ട് ജാം എടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുക. ആൻഡ് തേർഡ് സ്റ്റെപ്പ്, അടുത്ത ബ്രെഡ് എടുത്തിട്ട് അതിന്റെ മുകളിൽ വെക്കാം. ഈ 3 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാം സാൻഡ്വിച്ച് ഉണ്ടാവുമെന്നാണ് നമ്മൾ ഇപ്പോൾ ബിലീവ് ചെയ്യുന്നത്. ബട്ട് ഈ സ്റ്റെപ്സ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിന്റെ കയ്യിൽ ഒരു കുപ്പി ജാം ഉണ്ട്, 2 ബ്രെഡ് സ്ലൈസ് ഉണ്ട്, ആൻഡ് ഒരു നൈഫ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ കയ്യിലുണ്ട്. പക്ഷെ കമ്പ്യൂട്ടറിന് ഈ പ്രോഗ്രാം ഉപയോഗിച്ച് ജാം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ പ്രോഗ്രാമിംഗിൽ ഒരു സ്റ്റെപ്പ് മിസ്സിംഗ് ആണ്. എന്താണ് ആ സ്റ്റെപ്പ്? ജാം ബോട്ടിൽ തുറക്കുന്ന സ്റ്റെപ്പ് നമ്മൾ കമ്പ്യൂട്ടറിന് മാനുവലി പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു കോമൺ സെൻസ് ഇല്ലാത്ത സാധനമാണ്. അതായത് നമ്മൾ എന്ത് പറയുന്നു അതിനോട്, അത് മാത്രമേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജാം ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന കാര്യം മാനുവലി പറയാത്ത സ്ഥിതിക്ക് കമ്പ്യൂട്ടറിന് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന ഈ എററിനെയാണ് നമ്മൾ എന്ത് പറയാ, ബഗ് എന്ന് പറയാം. നിങ്ങൾ പ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ കേൾക്കുന്ന മെയിൻ ടേംസിൽ പെട്ട ഒരു ടേമാണ് ഈ ബഗ്. ആൻഡ് ഈ ബഗ് ഫിക്സ് ചെയ്യുന്നതാണ് പ്രോഗ്രാം എഴുതുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബഗ്ഗുകൾ കണ്ടുപിടിക്കുന്നതും അത് ഫിക്സ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ബഗ് എന്ന് പറയുന്നത് എന്താണ്? ജാം ബോട്ടിൽ തുറക്കാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല, അതാണ് നമ്മുടെ ബഗ്. അപ്പോൾ ഇതെങ്ങനെയാ സോൾവ് ചെയ്യുക? ജസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ജാം ബോട്ടിൽ തുറക്കുന്ന സ്റ്റെപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ബഗ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ബഗ് സോൾവ് ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്രോഗ്രാമിങ്. ഇതുപോലെ തന്നെ നമുക്ക് റിയൽ വേൾഡിൽ വേറെയും കുറെ എക്സാമ്പിൾസ് ഉണ്ടാവും. അതായത് നമ്മളോട് ഒരാൾ വഴി ചോദിക്കുകയാണ്. അപ്പൊ നമ്മളോട് ഒരാൾ വഴി ചോദിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കും. ഇത് പ്രോഗ്രാമിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുക? ജസ്റ്റ് ആദ്യം നേരെ പോവുക, പിന്നെ 2 വളവ് കളയുക, അവിടെ ഒരു ടെമ്പിൾ ഉണ്ടാവും, ആ ടെമ്പിളിന്റെ അടുത്തുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞു കൊടുക്കും. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന എന്തൊരു കാര്യവും ഇതിനെയും നമുക്ക് പ്രോഗ്രാമിനോട് കമ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പ്രോഗ്രാമിങ്ങിന്റെ വേറൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇനി. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ടാവും. ആധാർ കാർഡ് എല്ലാവർക്കും മസ്റ്റ് ആണെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ മസ്റ്റ് ആക്കിയേക്കാണ്. ആൻഡ് ഇപ്പോഴത്തെ എല്ലാവിധ സിം കാർഡും തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ സിം കാർഡും നമ്മൾ ആധാറുമായിട്ട് കണക്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.
അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഇന്ത്യയിൽ 10⁹9, അതായത് 1 ബില്യൺ ആധാർ കാർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. മീൻസ് 1 ബില്യൺ സിം കാർഡ് ഉണ്ടെങ്കിൽ 1 ബില്യൺ ആധാർ കാർഡ് ഉണ്ടാവും. അപ്പോൾ 1 ബില്യൺ സിം കാർഡും 1 ബില്യൺ ആധാർ കാർഡുമാണ് ഇന്ത്യയിലുള്ളതെന്ന് വിചാരിക്കുക. ആൻഡ് ഒരു ടെലികോം കമ്പനി, ഫോർ എക്സാമ്പിൾ എയർടെല്ലിന് ഈ ആധാർ കാർഡ് ഡീറ്റെയിൽസ് അവരുടെ സിമ്മുമായിട്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ചെയ്ത ആധാർ കാർഡിന്റെ ബേസിക് ഡീറ്റെയിൽസ് അറിയണം. ഫോർ എക്സാമ്പിൾ നെയിം, അഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അതെങ്ങനെയാ അവർ ചെയ്യുക? അവരുടെ കയ്യിൽ സിം കാർഡിന്റെ ഒപ്പം കിടക്കുന്ന ആധാറിന്റെ നമ്പർ ഉണ്ടാവും. പിന്നെ വേറെ ആധാറിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത വേറൊരു സെർവർ ഉണ്ടാവും, ഒരു ഗ്രൂപ്പ്. അതിനെ ഡാറ്റാബേസ് എന്നാണ് നമ്മൾ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുക. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് നമ്മൾ ഓരോ സിമ്മുമായിട്ട് കണക്ട് ചെയ്ത ആധാറിന്റെ ഡീറ്റെയിൽസ് എടുക്കുക? ആദ്യത്തെ സിം എടുക്കുക, ആദ്യത്തെ സിമ്മിൽ നിന്ന് നമ്പർ, ആധാർ കാർഡ് നമ്പർ വെച്ച് നമ്മൾ ഈ 1 ബില്യൺ ആധാർ കാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁹9 സെർച്ച് നടത്തണം ആദ്യത്തെ സിമ്മിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിമ്മിലേക്ക് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ 1 ബില്യൺ ഡാറ്റയിൽ നിന്ന് പിന്നെയും സെർച്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 1 ബില്യൺ സിം കാർഡിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ബില്യൺ × 1 ബില്യൺ, അതായത് 10⁻18 ഓപ്പറേഷൻസ് നടത്തേണ്ടി വരും. ആൻഡ് ഇവിടെ ആലോചിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറിന് ഈ 1 ബില്യൺ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല. ഈ 1 ബില്യൺ ഓപ്പറേഷൻസ് നടത്താൻ കമ്പ്യൂട്ടറിന് വെറും 1 സെക്കൻഡ് മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും പക്ഷേ നമുക്ക് ടൈം എത്ര വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബില്യൺ ഓപ്പറേഷൻ ചെയ്യാൻ 1 സെക്കൻഡ് മതിയെങ്കിൽ പോലും നമുക്ക് ഈ 10⁻18 ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 10⁻9 സെക്കൻഡ് ആവും. ഇതിനെ നമ്മൾ പിന്നെ മിനിറ്റിലേക്കും മണിക്കൂറിലേക്കും ദിവസത്തിലേക്കും ഒക്കെ കണക്കൂട്ടി വരുമ്പോൾ ഏകദേശം 31.7 വർഷം എടുക്കും ഈ 1 ബില്യൺ സിം കാർഡിന്റെയും ഡീറ്റെയിൽസ് എടുക്കാൻ. ഇതെന്തായാലും നമ്മുടെ ഒരു റിയൽ വേൾഡിൽ ആപ്ലിക്കബിൾ അല്ലല്ലോ. അപ്പോൾ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് വേറെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിലും നല്ല മെത്തേഡ്സ് കണ്ടുപിടിക്കുക. ആൻഡ് അത്തരം ഒരു മെത്തേഡാണ് നെക്സ്റ്റ് കാണുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ആണല്ലോ ആധാർ കാർഡ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അവര് ഈ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാതെ ഒരു ഓർഡറിലാണ് വെച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ഓർഡറിലാണ് വെച്ചതെങ്കിൽ നമുക്ക് ബൈനറി സെർച്ച് അൽഗോരിതം എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഉണ്ട്. ഇത് ബയോളജി സ്റ്റുഡൻസിന് ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല. കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് വന്നവർക്ക് ഓൾറെഡി അവർ ഇത് പഠിച്ചു കഴിഞ്ഞ സാധനമാണ് ബൈനറി സെർച്ച്. ഇവിടെ ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് ഇവിടെ ആലോചിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഡർ ആക്കി വെച്ച സ്ഥലത്തുനിന്ന് ഒരു ഡാറ്റ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 100 പേജുള്ള ബുക്കാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 80ാമത്തെ പേജ് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ, മിക്സ് ചെയ്തിട്ടാണ് പേജ് നമ്പർ ഉള്ളതെങ്കിലേക്കാളും. അപ്പോൾ അതുപോലെയാണ് ഈ ബൈനറി സെർച്ച് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബൈനറി സെർച്ചിനെ നിങ്ങൾ നോക്കണ്ട. ഇവിടെ നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ 1 ബില്യൺ പ്രാവശ്യം സെർച്ച് ചെയ്യേണ്ടതിന് പകരം ഇവിടെ നമുക്ക് വെറും 30 പ്രാവശ്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിം കാർഡിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഒരു സിം കാർഡിന് 30 ഓപ്പറേഷൻസ് ആണെങ്കിൽ 1 ബില്യൺ സിം കാർഡിന് എത്രയായി? 30 × 1 ബില്യൺ ഓപ്പറേഷൻസ് വേണം. പക്ഷേ ഒരു കമ്പ്യൂട്ടറിന് എന്താണ്? ഒരു കമ്പ്യൂട്ടറിന് 1 ബില്യൺ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ടൈം എത്രയായി വരും? 30 × 1 സെക്കൻഡ്, അതായത് 30 സെക്കൻഡ്. ഇതാണ് പ്രോഗ്രാമിങ്ങിന്റെ ആപ്ലിക്കേഷൻ. അതായത് നേരത്തെ നമ്മൾ 31 വർഷം എടുത്ത് ചെയ്ത കാര്യം നമുക്ക് ഇവിടെ ഈ ഒരു ചെറിയ അൽഗോരിതം, അതായത് പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം വരുത്തുമ്പോഴേക്കും നമുക്ക് 30 സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ റിയൽ വേൾഡിലുള്ള ഓരോ പ്രോബ്ലത്തിനെയും ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതും പ്രോഗ്രാമിംഗ് കൂടുതൽ മനസ്സിലാക്കുന്നതും. റിയൽ വേൾഡിൽ പ്രോഗ്രാമേഴ്സ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഓരോ ദിവസവും ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തും പെട്ടെന്ന് ചെയ്തു തീർക്കാനാണ് ആവശ്യം.
അപ്പോൾ ഇപ്പോഴുള്ള പ്രോഗ്രാമുകളെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മെത്തേഡുകളെ അതിനേക്കാളും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന അതിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിങ്ങിന്റെ മറ്റൊരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. ആൻഡ് ഇത്രയാണ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളൂ. ആൻഡ് അടുത്ത സെഷൻ നിങ്ങൾക്ക് എടുത്തു തരുന്നത് അരവിന്ദ് ആയിരിക്കും. അത് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതാണ്. അത് ഞാൻ അരവിന്ദിനെ ഏൽപ്പിക്കുകയാണ്. ഹലോ, കേൾക്കണല്ലേ? കേക്കാം. ഓക്കെ. ഹലോ എവരിവൺ, എൻ്റെ പേര് അരവിന്ദ്. ഞാൻ S3 സീസണിലാണ് കോച്ച് ഓഫ് GC ചാപ്റ്ററിലെ ഇവന്റ് ലീഡാണ് ഞാൻ. സോ ബേസിക്കലി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് മിക്കവരും കേട്ടിട്ടില്ലാത്തൊരു ടൈം ആയിരിക്കും, കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്താണെന്ന്. സോ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. സ്ക്രീൻ കാണുള്ളേ? ഹലോ, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ ബേസിക്കലി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രോഗ്രാമിംഗ് എന്താണെന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് C++, പോലുള്ളതല്ല പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ബേസിക്കലി ഒരു ആർട്ട് ഓഫ് തിങ്കിങ് ആണ്. അതായത് നിങ്ങളൊരു നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടുവാണ്, ആ പ്രോബ്ലത്തെ നിങ്ങൾ എങ്ങനെ നല്ലൊരു രീതിയിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അതാണ് പ്രോഗ്രാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്യുന്ന ടൂളാണ് പ്രോഗ്രാമിംഗ്. അപ്പൊ എന്താണ് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ബേസിക്കലി ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ ഫുട്ബോളർ, അവർക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാൻ സ്കില്ലുണ്ട്. അപ്പൊ അവര് സ്കില്ല് കൂട്ടാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലോക്കൽ ആയിട്ടുള്ള ക്ലബുകളിൽ മത്സരിക്കും. അതിന്റെ സ്കൂൾ ടീംസ്, ഡിസ്ട്രിക്ട് ടീംസ്, സ്റ്റേറ്റ് ടീം, അങ്ങനെ പോകും. സോ ആസ് എ പ്രോഗ്രാമർ, നമ്മൾ പ്രോഗ്രാമേഴ്സിനുള്ള ഒരു സ്കിൽ സെറ്റ് ആണ് പ്രോഗ്രാമിംഗ്. സോ നമ്മുടെ സ്കിൽ ഇൻക്രീസ് ചെയ്യണം. അതായത് നമ്മളൊരു പ്രോഗ്രാമർ ആണെന്ന് നമുക്ക് പബ്ലിക്കിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനും അതുപോലെ നമ്മുടെ സ്കില്ല് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്രോഗ്രാമിംഗ് എന്ന്, കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാം ഇറ്റ്സ് എ മൈൻഡ് സ്പോർട്സ്, അങ്ങനെ പറയാം. സോ നമ്മൾ അവിടെ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? നമ്മളൊരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ജസ്റ്റ് അതിന് കോഡ് എഴുതി ജസ്റ്റ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കല്ല നമ്മൾ ചെയ്യണം. നമ്മൾ 21st സെഞ്ചുറിയിലാണ് ജീവിക്കുന്നത്. അതായത് നമുക്ക് ഫാസ്റ്റ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ ലൈക്ക് വിപിൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആധാർ കാർഡിന്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മള് ഒരു സിമ്മിന്റെ ഡീറ്റെയിൽ ഇട്ടാൽ നമ്മൾ 31 വർഷം കാത്തിരിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇച്ചിരി ഡേഞ്ചർ സാധനമാണ്. സോ അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാം മൈൻഡിൽ, അതായത് നല്ലൊരു ഡേറ്റ സ്ട്രക്ചർ, അതൊക്കെ നിങ്ങൾ ഈ ടൈംസ് ഒന്നും കേട്ടിട്ടില്ലാത്തവർ പേടിക്കണ്ട, ഇങ്ങനെ വഴിയെ പഠിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ഈ ജേണലിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ ബൈനറി സെർച്ച് നമ്മൾ ജസ്റ്റ് 30 സെക്കൻഡിൽ ആ പരിപാടിയോടെ തീർക്കണം. സോ നമുക്ക് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലത്തിനെ നമ്മൾ അവിടെ ആവശ്യമുള്ള അൽഗോരിതംസും ഡേറ്റ സ്ട്രക്ചറും പിന്നെ ബേസിക് ആയിട്ടുള്ള മാത്സും പിന്നെ ഏറ്റവും മെയിൻ നമ്മുടെ ലോജിക്കും യൂസ് ചെയ്ത് നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ആക്കാൻ പറ്റും, അതായത് ഗിവൺ ടൈമിലും സ്പെസിഫിക്കേഷൻസിലും നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതാണ് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് ബേസിക്കലി അറിയില്ലാത്തവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ. സോ എന്തിനാണ് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് മിക്കവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ലോജിക് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇൻക്രീസ് ചെയ്യണം. അതായത് ഇറ്റ് ടീച്ചേഴ്സ് യു ഹാവ് ടു തിങ്ക്. നമുക്ക് എന്താ ബ്രെയിൻ നല്ലൊരു എക്സസൈസ് ആണിത്. പിന്നെ അതുപോലെ നമ്മുടെ കോഡ് എഴുതുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിട്ട് കോഡ് എഴുതാനും കോഡിൽ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ബേസിക്കലി കൂടുതൽ പേര് പഠിക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ തിയറി വൈസ് നമ്മൾ കുറേ പഠിക്കണ്ടേ, പക്ഷെ നമ്മൾ പഠിക്കാൻ ഒരു 100% കാര്യത്തിൽ നമ്മളൊരു 20% മാത്രമാണ് നമ്മൾ റിയൽ ലൈഫിൽ തിയറി ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ട് വന്നത്. സോ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ച അൽഗോരിതംസും കാര്യങ്ങളും ഒരു ഹാൻഡ്സ് ഓൺ ഇംപ്ലിമെന്റേഷൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് എഫിഷ്യന്റ് കോഡ്, അതായത് മിക്ക ബിഗിനേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒരു പ്രോബ്ലം കിട്ടുക, ഞാൻ എങ്ങനെ ചെയ്ത് തീർക്കാന്നുള്ള ഒരു ബർഡൻ പോലെ നമ്മൾ കാണുവാണ്.
സോ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ, അതായത് പ്രോഗ്രാമിംഗ് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കോഡ് എത്ര എഫിഷ്യന്റ് ആയിട്ട് എഴുതണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൂടെ കിട്ടും. അതായത് ഇപ്പൊ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ കൂടെ ആ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ആ കോഡ് എഴുതുന്നതല്ല, ആ കോഡ് എങ്ങനെയാണ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടിരിക്കും. പിന്നെ ഇനി നമ്മൾ CS IT സ്റ്റുഡൻസ് അവർക്കൊക്കെ ഇനി ത്രൂ ഔട്ട് ലാബ് അസൈൻമെന്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ അവിടെ നിങ്ങൾ കുത്തിയിരിക്കാണ്ട് നിങ്ങൾക്ക് അതൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ ജസ്റ്റ് ഒരു സില്ലി കേസ് പോലെ നിങ്ങൾക്ക് നോക്കി അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഈ 3 പോയിന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ട്രൈക്ക് ഔട്ട് ചെയ്യേണ്ട പോയിന്റ്സ്. അതായത് CS IT സ്റ്റുഡൻസ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അംബിഷൻ ആയിരിക്കും ടെക് ജൈൻസ് പോലുള്ള ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ പ്ലേസ്ഡ് ആവുക. അതായത് ഇവരെ നമുക്ക് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് വിളിക്കാം. അതായത് ഇവിടെ നമുക്ക് പ്ലേസ്ഡ് ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്ര പ്രൊജക്ട് ചെയ്തു, എത്ര കോഡ് എഴുതിയെന്നൊന്നും അവർ നോക്കൂല. നമുക്കൊരു പ്രോബ്ലം നമുക്ക് ഫേസ് തന്നാൽ ആ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, എങ്ങനെ തന്നെ സോൾവ് ചെയ്യണം, അതാണ് അവരുടെ ഫസ്റ്റ് ഹയറിംഗ് സ്റ്റേജ്. അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമർ ആയിരിക്കണം. അതായത് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമർ ആണെന്നുള്ളൊരു ബാഡ്ജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു പവർ ആയിട്ടുള്ള പൊസിഷനാണ് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള ഫാക്ട്സ് ആണ് ഞാൻ പ്രൊജക്ട് ചെയ്ത് ഇത്ര പ്രൊജക്ട് ചെയ്തെന്നൊക്കെ അവർ ചോദിക്കുള്ളൂ. ഏറ്റവും ഫസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമർ ആണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ആസ് എ പ്രോഗ്രാമർ നിങ്ങൾക്ക് പബ്ലിക്കലി നിങ്ങളുടെ സ്കിൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ഒരു വഴിയും കൂടിയാണ് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ്. സോ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്തുകൊണ്ടാണെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത തന്നെ ഡൗട്ടാണ്, ഞാൻ പ്രോഗ്രാമിംഗ് പഠിച്ചു, എനിക്ക് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ ബേസിക്കലി നിങ്ങൾ ആദ്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. C++, ജാവ, പൈത്തൺ, വാട്ടവർ നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നമ്മുടെ കോഡ് ഷെഫ് തന്നെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ ആ പ്ലാറ്റ്ഫോം കണ്ടെത്തി നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പ്രോഗ്രാമിംഗ് പഠിച്ചാൽ പോലെ, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജസ്റ്റ് ഒരു സിന്റാക്ടിക് സെമന്റിക് ടെർമിനോളജി ആണ്. ഇതിന്റെ ഏറ്റവും കോറായിട്ട് വേണ്ടത് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്, അതായത് പ്രോബ്ലംസ്. ഇപ്പൊ നമ്മുടെ ആധാർ കാർഡിന്റെ എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഓരോന്ന് സെർച്ച് ചെയ്ത് എടുത്ത് നിങ്ങൾ ബേസിക് ആയിട്ട് ചിന്തിക്കുക. ഒരു ബുക്ക് എടുക്കുക, നിങ്ങൾ ഓരോ പേജ് ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ നല്ല ടൈം എടുക്കും. അതേസമയം നമ്മൾ ഒരു റാൻഡം ആയിട്ടൊരു പേജ് എടുക്കണോ, ഈ പേജിന് തൊട്ട് മുമ്പാണോ അതോ അത് കഴിഞ്ഞിട്ടാണോ നമ്മൾ ചിന്തിക്കണോ, നേരെ എവിടേക്ക് പോകണം. അതായത് 31 വർഷത്തിൽ നിന്ന് അവിടേക്ക് 30 സെക്കൻഡ് മാറിയില്ല. അപ്പൊ അതുപോലെ തന്നെ ഇതിലും എഫക്റ്റീവ് ആയിട്ടുള്ള വേറെ ടെക്നിക്സ് ഒക്കെ ഉണ്ടാവാം. സോ അതൊക്കെ നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്ത് പഠിക്കുക, അതാണ് അടുത്ത സ്റ്റേജ്. പിന്നെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പ്ലാറ്റ്ഫോംസ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എറർ കണ്ടെത്തുക, എങ്ങനെ എറർ മാറ്റാന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെന്ന് വെച്ചാൽ ഈ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ആ കോമ്പറ്റീഷൻസിലൊക്കെ നിങ്ങൾ ത്രൂ ഔട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ ജയിച്ചോ തോറ്റോന്നല്ല അവിടെ ഒരു പ്രാധാന്യം കൽപ്പിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടും. അതായത് നിങ്ങൾക്ക് ഓരോ ചലഞ്ചസ് കിട്ടും. ആ ചലഞ്ചസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എങ്ങനെ അത് സോൾവ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാം ഒരിക്കലും നമ്മളൊരു ബർഡൻ ആയിട്ട് കരുതരുത്, നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് തന്നെ വളർത്താം. സോ അടുത്തെന്ന് വെച്ചാൽ ഈ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിന് ഞാൻ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടാകും. അപ്പൊ അതിന് ബേസിക്കലി കണ്ടു തന്നെ ടോപ്പ് ലാംഗ്വേജസ് ആണ് C++, ജാവ, പൈത്തൺ. സോ C++ എന്ന് പറഞ്ഞ കുറച്ച് ഉള്ളതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് C++. പിന്നെ അതിൽ STL സപ്പോർട്ട് ഉണ്ട്. STL എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി, എന്താതൊക്കെ വഴിയെ പഠിക്കും നമ്മള്. പിന്നെ ലെസ് ബോയിലർ പ്ലേറ്റ് കോഡ് എന്ന് വെച്ചാൽ കോഡ് എഴുതി തുടങ്ങാനുള്ള ഒരു ഇനിഷ്യൽ സെറ്റപ്പ് കുറവാണ്. പിന്നെ ഈ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ്സിൽ ഏറ്റവും വേൾഡ് ചാമ്പ്യൻസ് ആയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ജാവ എന്ന് കേട്ടാണ് ജാവ. പിന്നെ ജാവ C++നേക്കാളും സ്ലോ ആണ് ഇച്ചിരി കൂടെ. പിന്നെ ജാവയുടെ ബോയിലർ പ്ലേറ്റ് കോഡ് ഇച്ചിരി കൂടുതലാണ്, അതായത് ഇനിഷ്യൽ സെറ്റപ്പ് നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ വേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു മിക്കവരും ഭൂരിഭാഗം ആൾക്കാർ കേട്ടുള്ള ലാംഗ്വേജ് ആണ് പൈത്തൺ. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. അതായത് നിങ്ങൾക്ക് അവിടെ സിൻടാക്സിനെ കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ ലോജിക്കിന് പ്രാധാന്യം കൽപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാം.
പിന്നെ എക്സിക്യൂഷൻ ടൈം വളരെ കുറവാണ്. ജാവനും C++നെ കമ്പയർ ചെയ്താൽ എക്സിക്യൂഷൻ ടൈം ഇച്ചിരി കുറവാണ്. പിന്നെ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് അഡ്വാൻസ് ആവുന്തോറും പൈത്തൺ അങ്ങനെ ആരും പ്രിഫർ ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് C++ ആണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ചെയ്യാം. അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സാംസ് ആണ് കോഡ് ഷെഫ്, കോഡ് ഫോഴ്സസ്, ടോപ്പ് കോഡർ, ഇതുപോലെ ഇഷ്ടംപോലെ സൈറ്റ്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ കയറി നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. സോ അടുത്തത് നിങ്ങൾക്ക് കോഡ് ഷെഫിൽ അക്കൗണ്ട് എടുക്കാനാണ്. സോ അത് ഞാൻ ആൽവിൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ ഇതൊക്കെ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, ഞാൻ ആൽബിൻ ആണ്, S3CCയിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് കോഡ് ഷെഫ് പ്ലാറ്റ്ഫോം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും. എൻ്റെ സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് കോഡ് ഷെഫ് സൈറ്റ്. ഇവിടെ ആയിരിക്കും നമ്മൾ കോമ്പറ്റീഷനൊക്കെ ഇനി ഫ്യൂച്ചറിൽ കോമ്പറ്റീഷൻസ് ഒക്കെ നമുക്ക് നടത്താൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കണം ആദ്യം. അതിനിവിടെ ന്യൂ യൂസർ ബട്ടൺ ഞെക്കിയാൽ മതി. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു യൂസർ നെയിം ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്തിട്ട്, പിന്നെ ബാക്കി നെയിം, ഇമെയിൽ, കോഡ് ഷെഫ് പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡും, പിന്നെ ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇടുക. പിന്നെ നിങ്ങളുടെ ഒരു പ്രിഫേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അത് C ആകാം, C++ ആകാം, ഏത് വേണം ഇട്ടിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടായി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ നിങ്ങൾക്കൊരു ലിങ്ക് തരും ഞങ്ങളുടെ കോളേജ് ചാപ്റ്ററിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിൽ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം അത് കയറിയിട്ട് നമ്മുടെ ഇവിടെ, അപ്പൊ ഇതാണ് ആ സൈറ്റ്, അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നമ്മുടെ ഇവിടെ ചോദിക്കും കോളേജ് നെയിം. അപ്പം നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണം പാലക്കാട് അത് സെലക്ട് ചെയ്യണം. അതിൻ്റെ അത് കാണും. അപ്പം അത് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കി നിങ്ങളുടെ കോളേജ് ചാപ്റ്റർ നെയിം തരത്താൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ പേരും റോൾ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. ആ PKD വെച്ച് തുടങ്ങുന്ന ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങൾ കിട്ടിക്കാണും, അതാണ്. പിന്നെ നിങ്ങൾ മുമ്പേ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ച യൂസർ നെയിം അതും ടൈപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇമെയിൽ, കോൺടാക്ട് നമ്പർ, അതെല്ലാം ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കോളേജ് ചാപ്റ്ററിലേക്ക് ആഡ് ആവുമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത് സൈറ്റ് ചുമ്മാ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഇത് പ്രാക്ടീസ് എല്ലാം ഞെക്കിയാൽ മതി. ഇപ്പൊ മുമ്പേ കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് പഠിച്ചുകൊണ്ട് വന്നവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ബിഗിനർ ലെവലായിട്ട് ഇതിട്ടുണ്ട്. നിങ്ങൾ ഇത് ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങണം. ഇവിടെ ആയിരിക്കും ഏറ്റവും ഇപ്പം ഇത് ഈ ബിഗിനർ മോഡെന്ന് പറഞ്ഞാലും ഏറ്റവും എളുപ്പമുള്ളത് അടിയിലൊക്കെ ആയിരിക്കും. അടിയിൽ നിന്ന് മേളിലേക്കാണ് പോകേണ്ടത്. പിന്നെ ഇനി ലാപ്പ് ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് വരിയുണ്ട്, വെബ് ഓൺലൈൻ കമ്പൈലേഴ്സ് ഇതുണ്ട്. അപ്പം ഇത് ഒരു ഓൺലൈൻ കമ്പൈലർ, onlinegdb.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് കോഡ് അടിച്ച് നോക്കാം. കോഡ് അടിച്ച് റൺ ചെയ്താൽ അവിടെ വർക്ക് ആവും. ഫോണിൽ നിന്നൊക്കെ നോക്കുന്നതാണ്. പിന്നെ ഇനി നിങ്ങൾക്ക് ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. ഇപ്പൊ കോഡിംഗ് C എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ കോഡ് റൺ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫോണിനകത്ത്. പിന്നെ വേറെ 2-3 സൈറ്റും കൂടെ ഞങ്ങൾ തരുന്നതായിരിക്കും, ഓൺലൈൻ കമ്പൈലേഴ്സ്. അപ്പം ഇത്രേ ഉള്ളൂ കോഡ് ഷെഫ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം ഈ സെക്ഷൻ മൊത്തമായിട്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കുറച്ച് ലേറ്റ് ആയി വന്ന്, മുമ്പ് പറഞ്ഞോ അറിയില്ല. ഈ IDE കമ്പൈലേഴ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞു തരുമോ? അത് ഞങ്ങൾ പിന്നെ പറഞ്ഞു തരാം. അടുത്ത ലേണിംഗ് സെക്ഷൻ പിന്നെ പറയുന്നതായിരിക്കും. അതിലൊക്കെ ഉണ്ടാവൂലേ, ഇൻസ്റ്റാളേഷൻ എല്ലാം ഉണ്ടാവൂലേ? ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ചെയ്യാമോ? ഇപ്പൊ നമ്മുടെ കോഡ് ഷെഫിന്റെ ഇതുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ വേറെ പറഞ്ഞു തരാം. ഏതെങ്കിലും IDയിൽ പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ. ഹലോ, നമ്മളെന്തായാലും നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മളെന്തായാലും ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം തൊട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് മുഴുവൻ കവർ ചെയ്യുന്ന പോലെ സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ലേണിംഗ് സെഷൻസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കേട്ട ടേംസുകളൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ബേസിക്സ് ലെവൽ തൊട്ട് പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് മുഴുവൻ കവർ ചെയ്യണത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കുറച്ച് ടേംസ് ഒക്കെ നിങ്ങളൊന്നും അറിഞ്ഞിരിക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അങ്ങനെ കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഒരു
ഈ അപ്കമിങ് 4 days നമ്മൾ ഓരോ ലേണിംഗ്, അതൊരു ഹലോ വേൾഡ് പ്രോഗ്രാം മുതൽ നമ്മൾ ഫംഗ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസും മുഴുവൻ കവർ ചെയ്യണ പോലെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ഇപ്പം നിങ്ങൾക്ക് ലാപ്ടോപ്സോ അങ്ങനെ എന്തെങ്കിലും ലാപ്ടോപ്പ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മൊബൈലിൽ തന്നെ ഓൺലൈൻ ഐഡിയസ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഓൺലൈൻ ഐഡിയയിൽ ചെയ്യാം. അല്ലാത്തൊരു ഉബുണ്ടോ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻബിൽട്ട് ആയിട്ട് സി കമ്പൈലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഉബുണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡീഷണൽ സെറ്റപ്സ് ഒന്നും വേണ്ട. വിൻഡോസ് ആണെങ്കിൽ നമുക്കത് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്കമിങ് ലേണിംഗ് സീരീസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രോഗ്രാമിംഗ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അപ്കമിങ് സെഷനിൽ നിങ്ങൾക്ക് നമ്മൾ ബേസിക് ലെവൽ തൊട്ട് പറഞ്ഞു തരും, പ്രോഗ്രാമിംഗ് A to Z വരെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ ഈ സെഷനിൽ എടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏത് ലാംഗ്വേജാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്കമിങ് സെക്ഷനിൽ? ഓക്കെ, നമ്മളെന്തായാലും പ്രോഗ്രാമിംഗ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ലാംഗ്വേജ് ആണ്. കാരണം നമ്മൾ സി ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ പൈത്തണും C++ഉം ജാവയും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബേസിക് റൂട്ട് നോഡിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ സി ലാംഗ്വേജ് വെച്ചായിരിക്കും നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുക. അതിൽ നമുക്ക് C++ലേക്ക് സ്വിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. രണ്ടിനും സിൻടാക്സ് ഭയങ്കര സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം വരില്ല. നമ്മൾ C++ വെച്ച് പ്രോഗ്രാമിംഗ് പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ C++ലേക്ക് C വെച്ച് നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ C++ലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൽ വലിയ പ്രശ്നം വരില്ല നിങ്ങൾക്ക് എന്തായാലും. ഓക്കെ ഓക്കെ. പിന്നെ മാക്സിമം എന്തായാലും നമ്മൾ 5 ദിവസം അല്ല പറഞ്ഞു. ഈ 10 ദിവസം മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ അതോ അങ്ങോട്ട് ഉണ്ടാവുമോ? അതുണ്ടാവും. നമ്മുടെ കോഴ്സ് ചാപ്റ്റർ ഇങ്ങനെ ഓരോ ലേണിംഗ് സീരീസുകൾ വെക്കും. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എല്ലാവരെയും ഒരു ലെവലിലേക്ക് എത്തിക്കും. ബയോ സ്റ്റുഡൻസും CS സ്റ്റുഡൻസും ഒക്കെ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് എയിം. കാരണം ഇപ്പോൾ CS IT മാത്രമല്ല, നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഇഷ്ടമുള്ള ഏത് ബ്രാഞ്ചസിലെ സ്റ്റുഡൻസിന് വേണമെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ഏത് ബ്രാഞ്ച് സ്റ്റുഡൻസിന് വേണമെങ്കിലും നമ്മുടെ കോഴ്സ് മെമ്പർ ആവാം, അതിൽ കോൺടെസ്റ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇവന്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ താല്പര്യമുള്ളവരുണ്ട് വെച്ച് കഴിഞ്ഞാൽ, വേറെ ബ്രാഞ്ചിലുള്ളവരുണ്ട് വെച്ച് കഴിഞ്ഞാൽ പറയാം, നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിപ്പോ ഫോണിലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലാണ് പറഞ്ഞുതരാ? അല്ല, ഫോണിൽ ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഫോണിൽ ചെയ്യാച്ച നമുക്ക് ഓൺലൈൻ നമ്മുടെ വെബ് ബ്രൗസർ ഇല്ലേ, ക്രോം ബ്രൗസറിൽ തന്നെ നമുക്ക് ഈ ഓൺലൈൻ കമ്പൈലറുകൾ കിട്ടും. അതായത് ജസ്റ്റ് അതിലൊരു നമ്മൾ കോഡ് അടിച്ചു കൊടുക്കുക, റൺ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഫോണിൽ തന്നെ റൺ ചെയ്ത് നോക്കാം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ എന്തായാലും ബേസിക് ലെവൽ വന്നുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിൽ ചെയ്ത് നോക്കാം. പിന്നെ ലാപ്ടോപ്സ് അതായിരിക്കും കുറച്ചും ബെറ്റർ. എന്തായാലും ഫോണിൽ നമുക്ക് ചെയ്യാം, നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ബേസിക്സ് കവർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ലാപ്ടോപ്പിൽ ഇപ്പോ ലിനക്സ് വിൻഡോസ് അതാ ബെറ്റർ? അത് ബെറ്റർ. പ്രോഗ്രാമിംഗ് പഠിക്കാൻ അങ്ങനെ ബെറ്റർ ഒന്നുമില്ല. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും, കുഴപ്പമില്ല. ഏതല്ല വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഓൺലൈൻ കമ്പൈലേഴ്സ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. പിന്നെ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും? സെഷൻസ് ഇഷ്ടമായോ? ഇന്ന് എടുത്തത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ബേസ് ലെവലിൽ നമ്മളൊരു കറക്റ്റ് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക് പ്രോഗ്രാമിംഗ് നോക്കിയത്. ഇനി ഇതിന്റെ കോൺടെസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് ഓൾറെഡി അറിയാവുന്നവർ നമ്മളെ ഈ ലേണിംഗ് സീരീസിൽ നമ്മൾ എന്തായാലും ഹലോ വേൾഡ് തൊട്ടായിരിക്കും തുടങ്ങുക. അപ്പോൾ അവർ അറിയാമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബേസിക്കലി ബയോ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല സെയിം ലെവലിലേക്ക് എത്താൻ പറ്റും നമ്മുടെ പ്രോഗ്രാമിംഗ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലബിലേക്ക് നമ്മുടെ കോഡ്ഷെപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ടാസ്ക്. കോഡ്ഷെപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കോഡ്ഷെപ്പിന്റെ മെമ്പർ ആവാനുള്ള നമ്മൾ ഡീറ്റെയിൽസ് ആ സൈറ്റിന് ലിങ്ക് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ആദ്യം കോഡ്ഷെപ്പിൽ അക്കൗണ്ട് എടുത്തിട്ട് നമ്മുടെ കോളേജിലെ ചാപ്റ്ററിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക. അതിൽ ഇമെയില് നമ്മൾ കോളേജിന്റെ തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഇല്ല, അത് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ യൂസർ നെയിം വെച്ചിട്ട് തന്നെ നമ്മുടെ ചാപ്റ്ററിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക. ഹലോ, പിന്നെ നിങ്ങൾ ഈ പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ കോഡ്ഷെപ്പ് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫണ്ടോ കാര്യങ്ങളൊക്കെ വരും? ഇത് ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ കോഡ്ഷെപ്പ് നമുക്കൊരു കമ്മ്യൂണിറ്റിയാണ്, കോഡിംഗ് കമ്മ്യൂണിറ്റി. അതായത് ഇവര് നമുക്ക് ഫുൾ സപ്പോർട്ട് തരും ഈ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിൽ പഠിക്കാനും പിന്നെ
ടോപ്പ് കോഡേഴ്സും ഒക്കെ ഉണ്ടല്ലോ, ഇന്റർനാഷണൽ കോഡേഴ്സ്, അവരുടെ സപ്പോർട്ടും നമുക്ക് ലേണിങ്ങിന് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കോഡ്ഷെഫ് തരുകയും ചെയ്യും. പിന്നെ കോഡ്ഷെഫ് പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മൾ കോൺടെസ്റ്റുകൾ നടത്തുക. പിന്നെ അവർ തന്നെ കോഡ്ഷെഫ് തന്നെ കോൺടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ലോങ് ചലഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഫണ്ട് എന്നല്ല, നിങ്ങൾക്ക് ഒരു ഗുഡീസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോഡ്ഷെഫിൽ നല്ല രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്നിട്ട് അവർ ചലഞ്ചുകളിലൊക്കെ സ്കോർ വാങ്ങിച്ച് നിങ്ങൾക്ക് ലഡൂസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ലഡൂസ്, ആ ലഡൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഗുഡീസും ഒക്കെ കോഡ്ഷെഫിൽ നിന്ന് തന്നെ കിട്ടും. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി ആണിത്, കോമ്പറ്റീവ് പ്രോഗ്രാമിംഗ്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് കോഡ്ഷെഫ് നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ടൈമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യാം. അതിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ലേണിംഗ് സീരീസിന്റെ കാര്യം ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ഡേറ്റും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഇനിയും കൂടുതൽ പേർക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം, ബേസിക്സ് ഒക്കെ കവർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിന്മാരാരെങ്കിലും കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ. ഓക്കെ. വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട്സ് ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഹലോ. ഓക്കെ. ഇതിൽ കോമ്പറ്റീഷന്റെ കാര്യം പറഞ്ഞല്ലേ? അത് നമ്മൾ ഏതാണ്ട് നമ്മളെ പ്രോഗ്രാമിങ് ഞങ്ങൾ എല്ലാരും ഏതാണ്ട് ഒരു ലെവൽ വരെ എത്തിച്ചിട്ട് പിന്നെയാണോ ഞങ്ങൾ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? കോമ്പറ്റീഷൻ അതിപ്പോ നിങ്ങളിപ്പോ ഒരു ലെവലിൽ എത്തിയിട്ട് അതിപ്പോ കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ലേണിംഗ് പർപ്പസിന് വേണ്ടിയാണ്. നമ്മൾ ഇതിലിപ്പോ പ്രൈസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പഠിച്ചത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പ്രോഗ്രാമിംഗ് ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ്, മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യും കോഡ്ഷെഫിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രോഗ്രാമിംഗ് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് പഠിച്ചു തരുന്നത് മതി. നമ്മൾ കോൺടെസ്റ്റ് നമ്മളെ ടൈം കൂട്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തീരുന്ന കോൺടെസ്റ്റ് അല്ല, ഒരു 10 days ലോങ് ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ബിഗിനിങ് ലെവൽ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. ഹലോ.